ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ഇന്ന് മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന പുസ്തകം ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്ത്, എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഹാമാന്റെ അന്ത്യവും യഹൂദരുടെ ഉദ്ധാരണവും പുരീം പെരുന്നാളും ഒക്കെ ചേർത്ത് 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ദി എൻഡ് ഓഫ് ഹാമാൻ, ലിബറേഷൻ ഓഫ് ദ ജ്യൂസ് ആൻഡ് ദ ഫീസ്റ്റ് ഓഫ് പുരീം. ആ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളും കൂടെ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. കർത്താവിൽ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ചാപ്റ്റർ 4 അധ്യായങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എസ്തേറിന്റെ പുസ്തകം 7, 8, 9, 10 അധ്യായങ്ങൾ. ഓരോ അധ്യായത്തിന്റെയും ഉള്ളടക്കവും പ്രധാന സംഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? 7-ാം അധ്യായത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹാമാന്റെ നാശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്തേർ രാജ്ഞി ഒരുക്കുന്ന 2ാമത്തെ വിരുന്നും അവിടെ വെച്ച് ഹാമാനാണ് യഹൂദർക്ക് നഷ്ടമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ യഹൂദരെ ദണ്ഡിപ്പിക്കുന്നത് എന്ന് എസ്തേർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ രാജാവിന്റെ ക്രോധത്തിനിരയായി 50 മുഴം നീളമുള്ള കഴുമരത്തിൽ തൂക്കപ്പെട്ട് മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ ഹാമാന്റെ നാശം എന്ന് വെച്ച് നമ്മൾ കണ്ടത്. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ യഹൂദരുടെ രക്ഷയ്ക്ക് വേണ്ടി പിന്നെയും പ്രവർത്തിക്കുന്ന എസ്തേർ വീണ്ടും രാജാവിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. യഹൂദന്മാർക്ക് വേണ്ടി ഒരു പുതിയ കൽപ്പന ഇറക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അവിടെ നിന്ന് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ യഹൂദന്മാർക്ക് ഒരു അവസരം ലഭിച്ചപ്പോൾ തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് അവർക്ക് ലഭിച്ചതായിട്ടുള്ള വലിയ രക്ഷ ആഘോഷിക്കുന്നതായിട്ടുള്ള പുരീം പെരുന്നാളിന്റെ സംഭവങ്ങളും എപ്രകാരം പുരീം പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് 9-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കി. 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴും അവിടെ മൊർദെഖായിയുടെ മഹത്വത്തെ പറ്റി പ്രകീർത്തിച്ചുകൊണ്ട് ആണ് ഈ ഒരു പുസ്തകം അവസാനിക്കുന്നത്. അതിനോട് ശേഷം നമ്മളുടെ ചാപ്റ്റർ അനുസരിച്ച് പുസ്തകത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയും നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. അവിടെ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, വാട്ട് ക്യാൻ ബി സീൻ ഫ്രം ചാപ്റ്റർ 7 ഓഫ് എസ്തേർ? എസ്തേറിന്റെ പുസ്തകം 7 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? യഹൂദ ജനത്തിന്റെ വീണ്ടെടുപ്പിനായി തന്നതായ ബുദ്ധി വൈഭവത്തിലൂടെയും സമയോചിതമായ ഇടപെടലിലൂടെയും എസ്തേർ രാജ്ഞി നടത്തിയ ശ്രമങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് 7 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. From chapter 7, we see how the efforts of Queen Esther succeed due to the application of the insight given to her by God to liberate the Jews and her timely interventions. എസ്തേറിന്റെ ബുദ്ധിവൈഭവത്തിലൂടെയും സമയോചിതമായ ഇടപെടലിലൂടെയും എസ്തേർ നടത്തുന്നതായിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് 7 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7-ാം അധ്യായത്തിൽ എന്നല്ല പറഞ്ഞത്, 7 മുതലുള്ള അധ്യായങ്ങളിൽ. ഇനി, വാട്ട് വാസ് ദി ഫേം റിസോൾവ് ഓഫ് ക്വീൻ? രാജ്ഞിയുടെ ദൃഢനിശ്ചയം എന്തായിരുന്നു? എന്താണ്? മൊർദെഖായിയുടെയും യഹൂദ ജനത്തിന്റെയും നാശത്തിനു വേണ്ടി ചതിപ്രയോഗങ്ങൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ഹാമാൻ ഇനി അവ തുടരരുത് എന്നത് രാജ്ഞിയുടെ ദൃഢപ്രതിജ്ഞയായിരുന്നു. ഇറ്റ് വാസ് ദ ക്വീൻസ് ഫേം റിസോൾവ് ദാറ്റ് ഹാമാൻ should not continue his deceitful acts to destroy Mordecai and the Jewish people. ഇനി പിന്നെന്താണ് അടുത്തത്? ഹാമാൻ could not challenge Esther's dash and was trapped in his dash. എസ്തേറിന്റെ ഡാഷ് മുൻപിൽ ഹാമാൻ ഉണ്ടാക്കി വച്ച ഡാഷ് അവന് തന്നെ വിനയായി മാറി. എസ്തേറിന്റെ ബുദ്ധി വൈഭവത്തിന് മുൻപിൽ ഹാമാൻ ഉണ്ടാക്കി വെച്ച കുതന്ത്രങ്ങൾ അവന് തന്നെ വിനയായി മാറി. Haman could not challenge Esther's intelligence and was trapped in his machinations. കുതന്ത്രങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വേർഡാണ് മാഷിനേഷൻസ് എന്നുള്ളത്. ഇനി
What picture is seen in chapter 7 of Esther? എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ എന്ത് ചിത്രമാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? എന്താണ്? മൊർദെഖായിയെ തൂക്കിക്കൊല്ലുവാൻ ഹാമാൻ തന്റെ ഭാര്യയുടെ ഉപദേശം കേട്ടുണ്ടാക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കിക്കൊല്ലപ്പെടുന്ന ഗതികേടിന്റെ ചിത്രമാണ് 7-ാം അധ്യായം വരച്ചു കാട്ടുന്നത്. The 7th chapter draws the picture of Haman's misfortune as he gets hanged on the gallows that he had erected at his wife's advice. ഇതാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. മൊർദെഖായിക്ക് വേണ്ടി പണി കഴിപ്പിച്ച കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കിക്കൊല്ലപ്പെടുന്ന ഗതികേടിന്റെ ചിത്രമാണ് നമുക്ക് 7-ാം അധ്യായം വരച്ചു കാട്ടുന്നത്. ഇനി as mentioned in Esther 7:8, even before the king gave him death sentence, the attendants had covered his face. Whose face was covered and why? എസ്തേർ 7:8 പറയും പ്രകാരം രാജാവ് വധശിക്ഷ വിധിക്കുന്നതിന് മുൻപേ അവർ അവന്റെ മുഖം മൂടി. ആരുടെ മുഖം മൂടി എന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട്? ആരുടെയാണ്? ഹാമാന്റെ മുഖം ആണ് പരിചാരകർ വന്ന് മൂടുന്നത്. എന്തുകൊണ്ടാണ്? ഗ്രീസിലും റോമായിലുമൊക്കെ അന്ന് നിലനിന്നിരുന്ന രീതി അനുസരിച്ച് കഠിനമായി ശിക്ഷിക്കപ്പെടുവാൻ പോകുന്ന കുറ്റവാളിയുടെ മുഖം ഇപ്രകാരം മൂടുമായിരുന്നു. ഇന്നയാള് ചെയ്ത കുറ്റത്തിന് കഠിന ശിക്ഷയാണ് കൊടുക്കുവാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായിരുന്നു ഈ മുഖം മൂടുക എന്ന് പറയുന്നത്. As mentioned in 7:8, even before the king gave him death sentence, the attendants had covered his face. According to the customs prevalent in Greece and Rome at that time, the faces of people who were about to face severe punishment were covered in this manner. This was a sign of the severity of the punishments that the culprits were to face for their crime. അവർ ചെയ്തതായിട്ടുള്ള കുറ്റത്തിന് അവർ അനുഭവിക്കാൻ പോകുന്നത് കഠിനമായ ശിക്ഷയാണ് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഇങ്ങനെ മുഖം കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇനി what factors witnessed in Haman's end? ഹാമാന്റെ അന്ത്യം എന്ത് വസ്തുതയാണ് സാക്ഷ്യം വഹിക്കുന്നത്? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന പഴമൊഴി അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ നീതിമാനെ വധിക്കുവാൻ ഹാമാനെ പോലെയുള്ള തിന്മയുടെ മൂർത്തികൾ നിർമ്മിക്കുന്ന കഴുമരത്തിൽ അന്യായത്തിൽ നിന്നുരുവായ തിന്മ തന്നെ, അതായത് ഹാമാൻ തന്നെ വധിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ? അങ്ങനെ തിന്മ തന്നെ വധിക്കപ്പെടുന്നതായിട്ട് ഹാമാന്റെ അന്ത്യം സാക്ഷ്യം നൽകുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു എന്നുള്ള പഴമൊഴി അന്വർത്ഥമാവുകയാണ്. എങ്ങനെയാണ്? നീതിക്കെതിരെ ദുഷ്ടമൂർത്തികൾ, തിന്മയുടെ മൂർത്തികൾ എന്തൊക്കെ കഴുമരം തന്നെ കൊണ്ടുവച്ചാലും അവിടെ തിന്മ തന്നെ ആ കഴുമരത്തിൽ തൂക്കപ്പെട്ടു പോകുന്ന അവസ്ഥ, അതാണ് തിന്മ തന്നെ നശിച്ചു പോകുമെന്നുള്ളതാണ് ഹാമാന്റെ അന്ത്യം സാക്ഷ്യം വഹിക്കുന്നതായിട്ടുള്ള വസ്തുത. Haman's end witnesses the fact that the old saying that he who digs a pit for another will fall in himself is realized, and when people like Haman, who is evil personified, erect gallows to hang the righteous, the evil that is born of injustice is what will be ended. ഇതാണ് അതിന്റെ ഉത്തരവായിട്ട് എഴുതേണ്ടത്. ഇനി what happened to Mordecai after Haman's death? ഹാമാന്റെ മരണശേഷം മൊർദെഖായിക്ക് എന്ത് സംഭവിച്ചു? മൊർദെഖായിക്ക് വലിയ പ്രൊമോഷൻ ലഭിക്കുകയാണ് അല്ലെ? മൊർദെഖായിയുടെ സ്ഥാനക്കയറ്റമാണ് 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 കാര്യങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, രാജാവ് ഹാമാന്റെ പക്കൽ നിന്നെടുത്ത മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുക്കുകയും അവനെ രാജസന്നദ്ധിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. The king removes the signet ring that he had given to Haman and handed it over to Mordecai and admitted him into the royal court. ഇത് ഹാമാനെ പോലെ മൊർദെഖായി രാജഭരണത്തിൽ 2-ാം സ്ഥാനിയായി മാറി എന്നുള്ളതിന്റെ സൂചനയാണ്. It indicates that now Mordecai was second in command in the kingdom. അപ്പം ഒന്നാമത്തെ മൊർദെഖായിക്ക് ലഭിച്ച സ്ഥാനക്കയറ്റം, 1, രാജമോതിരം ലഭിച്ചു എന്നുള്ളതാണ്. 2, എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീടിന് മേൽവിചാരകനാക്കി. എസ്തേർ made Mordecai the administrator of Haman's house. അവിടെ നമുക്ക് ഇതും കൂടെ ചേർത്ത് എഴുതാം. ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ
കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഹാമാന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ രാജാവ് അവന്റെ വീട് എസ്തേറിന് നൽകുകയും മൊർദെഖായി അവിടെ കാര്യവിചാരകനാവുകയും ചെയ്തു. The king has seized the assets of Haman and given his house to Esther, who made Mordecai its steward. അങ്ങനെ മൊർദെഖായിക്ക് വലിയ സ്ഥാനക്കയറ്റവും അതോടൊപ്പം ഹാമാന്റെ ആരാണോ മൊർദെഖായിയെ നശിപ്പിക്കാൻ ശ്രമിച്ച് ഹാമാന്റെ തന്നെ വീടിന്റെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ വീടിന്റെ ചുമതലയും കൂടി മൊർദെഖായിക്ക് ലഭിക്കുന്നതാണ് ഹാമാന്റെ മരണശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ലീഡ് ടു ദ ലിബറേഷൻ ഓഫ് ജൂസ്? യഹൂദന്മാരുടെ ഉദ്ധാരണത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നയിച്ചത് എന്താണ്? എസ്തേർ രാജ്ഞിയുടെ ഹാമാൻ മരണപ്പെട്ടു എങ്കിലും ഒരു വലിയ കാര്യം പെൻഡിങ് ആണ്. എന്താണ്? എസ്തേർ രാജ്ഞിയുടെ പ്രധാന ലക്ഷ്യം തന്നെ അവിടെയുള്ള യഹൂദർക്ക് സുരക്ഷിതത്വം ഉറപ്പിക്കുക. ആദ്യത്തെ ഉദ്ദേശം മൊർദെഖായിയും യഹൂദരെയും ഗൂഢതന്ത്രം നടത്തുന്നതായിട്ടുള്ള ഹാമാൻ തുടരരുത് എന്നുള്ളതായിരുന്നു. മറ്റൊരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? യഹൂദർക്ക് സുരക്ഷിതത്വം ലഭിക്കുക, സേഫ്റ്റി ഓഫ് ദ ജൂസ് എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവിടെ എസ്തേർ രാജ്ഞി എന്ത് ചെയ്യുന്നു? രാജാവിനോട് അപേക്ഷിക്കുന്നു. അങ്ങനെ രാജാവ് പുതിയൊരു കൽപ്പന മുന്നോട്ട് ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം നൽകുകയാണ്. ആ കൽപ്പനയും പ്രകാരം യഹൂദരെ ആരും ഉപദ്രവിക്കുവാൻ പാടില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അങ്ങനെയുള്ളവരെ തിരിച്ചാക്രമിക്കുവാനുള്ള അനുവാദവും അവർക്ക് നൽകി എന്നുള്ളത് പ്രത്യേകം എടുത്തെഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ശിക്ഷ വിധിക്കേണ്ടെന്ന അതേ കരങ്ങളാൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകി എന്നത് കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ മുൻകുറിയാവുകയാണ്. അങ്ങനെ യഹൂദന്മാരുടെ ഉദ്ധാരണം രാജകൽപ്പനയാൽ പൂർത്തീകരിക്കപ്പെടുന്ന അനുഭവത്തിൽ അവർ എത്തി. അതായത് നമ്മൾ ഈ 8ാം അധ്യായത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എഴുതണം. അതായത് ഈ മൊർദെഖായിയുടെ സ്ഥാനക്കയറ്റം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്താണ്? യഹൂദന്മാരുടെ രക്ഷ, ഹാമാന്റെ ഉത്തരവുകൾ അല്ലെങ്കിൽ ഹാമാന്റെ കൽപ്പനകൾ അപ്പോഴും പ്രാബല്യത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പലവിധമായിട്ടുള്ള സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായതിനാൽ ഒരു പുതിയ കൽപ്പന വേണം എന്നുള്ളത് എസ്തേർ അല്ലെങ്കിൽ പഴയ കൽപ്പനകൾ റദ്ദാക്കണം എന്ന് എസ്തേർ രാജാവിനോട് ആവശ്യപ്പെടുന്നു. രാജാവ് പഴയ കൽപ്പനകളൊന്നും റദ്ദാക്കാൻ സാധിക്കുന്നില്ല. പകരം യഹൂദർക്ക് വേണ്ടി ഒരു പുതിയ കൽപ്പന എഴുതുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ രാജാവിന്റെ കൽപ്പന പുതുതായിട്ട്, അതായത് യഹൂദർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കൽപ്പന ഇറങ്ങുന്നു. ഇതാണ് യഹൂദന്മാരുടെ ഉദ്ധാരണത്തിന്, അതായത് ലിബറേഷന്, അവരുടെ ഫ്രീഡത്തിന് ഉള്ള കാരണമായിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ സംഭവങ്ങളെല്ലാം ഒറ്റ വാക്യത്തിലെങ്കിലും ഓരോ വാക്യങ്ങളിൽ ഓരോ സംഭവം വെച്ചെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കണം. ഇനി വാട്ട് ഇസ് ദ ന്യൂ റോയൽ ഡിക്രി ആൻഡ് വൈ വാസ് ഇറ്റ് ഇഷ്യൂ? പുതിയ രാജകൽപ്പന എന്താണ്? അത് എന്തിനാണ് പുറപ്പെടുവിച്ചത്? നമ്മൾ അതിന്റെ സംഭവങ്ങളെല്ലാം ഈ പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് പുതിയ രാജകൽപ്പന? പഴയ കൽപ്പന റദ്ദാക്കുന്നു എന്നല്ല, മറിച്ച് ആദാർ മാസമായ 12ാം മാസം 13ാം തീയതി അതത് പട്ടണങ്ങളിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അനുവാദം കൊടുക്കുന്നതായിരുന്നു പുതിയ കൽപ്പന എന്ന് പറയുന്നത്. സോ ബേസിക്കലി ദ ന്യൂ ലോ അലൗസ് ദ ജൂസ് ടു ഗ്യാദർ, defend themselves and destroy anyone who attack them. ഇനി on what date did Mordecai call scribes and brought the new decree? മൊർദെഖായി ഏത് തീയതിയിലാണ് രായസക്കാരെ വിളിച്ച് പുതിയ കൽപ്പന എഴുതിയത്? സീവാൻ മാസമായ 3ാം മാസം 23ാം തീയതി. 3ാം മാസത്തിന്റെ പേരെന്താണ്? സീവാൻ മാസം. സീവാൻ മാസം 23ാം തീയതിയാണ് പുതിയ കൽപ്പന ഇറങ്ങുന്നത് എന്ന് വേണമെങ്കിലും പറയാം. ഇനി അടുത്തത്, വാട്ട് ഹാപ്പൻഡ് ഓൺ ദ 13th day ഓഫ് ദി മന്ത് ഓഫ് ആദാർ? അങ്ങനെ ഹാമാൻ ചീട്ടിട്ട് വെച്ചിരുന്നതായിട്ടുള്ള ആദാർ മാസം 13ാം തീയതി എന്ത് സംഭവിച്ചു? യഹൂദർക്ക് തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർക്കൊരു അവസരം അവിടെ ലഭിക്കുകയാണ്. 9ാം അധ്യായത്തിലെ സംഭവങ്ങളാണ് അവിടെ എഴുതേണ്ടത്. 9ാം അധ്യായത്തിന്റെ 2ാം വാക്യം, അഹശ്വേരോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദർ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി.
യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ കൊന്നുമുടിച്ചു. The Jews destroyed, killed and annihilated their enemies. ശൂഷൻ രാജധാനിയിൽ മാത്രം 500 പേരും ഹാമാന്റെ 10 മക്കളും വധിക്കപ്പെട്ടു. In the royal province of Susa, 500 people were killed with 10 sons of Haman. എന്നാൽ അവരുടെ വസ്തുവകകളൊന്നും യഹൂദർ കൊള്ള ചെയ്തില്ല. They did not lay their hands on plunder. അങ്ങനെ ഹാമാന്റെ മരണത്തോടെയും ഈ സംഭവങ്ങളോടെയും ഒരു യഹൂദനെ തൊടുവാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് 9-ാം അധ്യായം അല്ലെങ്കിൽ ഈ 13-ാം ദിവസത്തെ സംഭവങ്ങളിൽ നിന്ന്, ആധാർ മാസം 13-ാം ദിവസത്തെ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിന്റെ ബാക്കിയായിട്ടാണ് പുരീം പെരുന്നാളിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പുരീം പെരുന്നാളിനെ കുറിച്ച് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഫീസ്റ്റ് ഓഫ് പുരീം. ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഒരു 7-8-9 പോയിന്റ്സ് ഉണ്ട്. അത് എല്ലാം ഓർത്തിരിക്കണം. നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിച്ചത്, ഏത് ഭാഗത്താണ് നമുക്ക് പുരീം പെരുന്നാളിൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നത്? എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം മുതൽ 9-ാം അധ്യായം 32 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ പുരീം ഉത്സവത്തിന്റെ വിവരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ ദ ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 8 വേഴ്സ് 15 to 9 verse 32 contains a description of the feast of Purim. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദർ ധാരാളം പേരെ വധിച്ച ദിവസമാണ് ആധാർ മാസം 13-ാം തീയതി. 14-ാം തീയതി അവർ ആ മഹാവിജയത്തെ ആഘോഷിച്ചു. എന്നാൽ ശൂഷൻ രാജധാനിയിലോ 13-14 ദിവസങ്ങളിൽ അവർ ശത്രു സംഹാരം നടത്തുകയും ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു കളയുകയും 15 ഈ വലിയ സന്തോഷം അവർ 15-ന് ആഘോഷിക്കുകയും ചെയ്തു. In Susa they attacked their enemies on the 13th and 14th and celebrated their victory on the 15th. യഹൂദന്മാർക്ക് അങ്ങനെ പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിന്റെ ആഘോഷമായിരുന്നു പുരീം പെരുന്നാൾ. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിന്റെ ആഘോഷമായിരുന്നു. The festival was a celebration for their having attained light, happiness, delight and dignity. ഇതാണ് പുരീം പെരുന്നാൾ, അല്ലെങ്കിൽ ഇതാണ് പുരീം പെരുന്നാൾ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. ഇനിയും എങ്ങനെയാണ് പുരീം പെരുന്നാളിന് ഈ പുരീം എന്നുള്ള പേര് വന്നത്? പേരിന്റെ പശ്ചാത്തലം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹാമാൻ യഹൂദരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഒരു ഉപായം ചിന്തിച്ച് അവരെ മുടിക്കേണ്ടതിന് പൂര് എന്ന് ചീട്ടിട്ടു. എന്നാൽ ഈ ദ്രോഹത്തിന് മറുപടിയായി അവനും അവന്റെ തലമുറയ്ക്കും കഴുമരം ലഭിച്ചതിനാലും അവർ ഈ രക്ഷയുടെ ഉത്സവത്തിന് പൂര് എന്ന പദത്തിൽ നിന്നും വരുന്ന പൂരീം എന്ന പേര് വിളിച്ചു. ഹാമാൻ ഹാഡ് കാസ്റ്റ് ലോട്ട്സ് അല്ലെങ്കിൽ പൂർ ടു ഡിസൈഡ് on which day the Jews should be destroyed. But God turned the very plan into the cause of Haman's downfall. So this is a festival of liberation called Purim from the word Pur. അപ്പം ഇങ്ങനെ ഈ ഒരു പേരിന്റെ പശ്ചാത്തലം എഴുതണം. പിന്നെ അതുപോലെ തന്നെ മൊർദെഖായി ആണ് ഈ ഒരു പൂരീം പെരുന്നാൾ എപ്രകാരം ആഘോഷിക്കണം എന്നുള്ളതിന്റെ ഒരു ചട്ടം അവർക്ക് നൽകുന്നത്. ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവവുമായി മാറുന്ന നാളിൽ വിരുന്ന് നടത്തണം, സന്തോഷം പങ്കിടണം, പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം, ദരിദ്രന് കൊടുക്കണം, ഇതെല്ലാം ഉത്സവമായിട്ട് ആചരിക്കണം. He wrote them to observe these days annually as days of feasting, days of joy, giving presents of food to one another and gifts to poor, and as a day and as has to be celebrated as a day of celebration. ഇനിയും അങ്ങനെ ഇത് കാലാകാലങ്ങളിൽ ഗ്രാമങ്ങളിൽ 14-ാം തീയതിയും പട്ടണങ്ങളിൽ 15-ാം തീയതിയും ആഘോഷിക്കുന്ന ഒരു പതിവ് ആരംഭിച്ചു. They started the custom of celebrating the festival in villages on the 14th and in cities on the 15th. ഇത്രയും കാര്യങ്ങൾ എല്ലാം എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഓർത്തിരിക്കണം. പുരീം ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്.
ഒന്ന്, എഴുതേണ്ടത് ഏത് ഭാഗത്താണ് ഈ സംഭവങ്ങളെ പറ്റി വിവരിച്ചിരിക്കുന്നത്. രണ്ട്, എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 13-ാം തീയതി ശത്രു സംഹാരവും 14-ാം തീയതി ആഘോഷവും, ശൂഷൻ രാജധാനിയിൽ 13-ഉം 14-ഉം ശത്രു സംഹാരണവും 15-ാം തീയതി ആഘോഷിക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദർക്ക് എന്ത് ലഭിച്ച ദിവസമാണ്? പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ലഭിച്ച സന്തോഷമാണ്, ഉണ്ടായതിന്റെ ആഘോഷമാണ് പുരീം പെരുന്നാൾ എന്ന് പറയുന്നത്. They attained light, happiness, delight and dignity. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഈ പുരീം എന്നുള്ള പേര് വരുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ 9-ാം അധ്യായം 9:25 അത് എഴുതണം. അതോടൊപ്പം ഈ ഉത്സവത്തിന്റെ ചട്ടം മൊർദെഖായി ഇപ്രകാരം ക്രമീകരിച്ചു എന്നുള്ളത് എഴുതണം. ഗ്രാമങ്ങളിൽ എപ്പോഴാണ് ഇത് ആഘോഷിക്കുന്നത്, പട്ടണങ്ങളിൽ എപ്പോഴാണ് ആഘോഷിക്കുന്നത്, ഇത്രയും പോയിന്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ആ ക്വസ്റ്റ്യൻ ഓക്കെ. ഇനി where can we find descriptions of the feast of Purim? പുരീം പെരുന്നാളിന്റെ വിവരങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? Chapter 8 verse 15 to 9 verse 32. 8-ാം അധ്യായം 15-ാം വാക്യം മുതൽ 9-ാം അധ്യായം 32-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വിവരണങ്ങൾ കാണാൻ സാധിക്കും. Mordecai instructed the Jews to celebrate these days annually when their sorrow was turned into dash and their dash into celebration. ദുഃഖം ഡാഷ് ആയും ഡാഷ് ഉത്സവമായും മാറിയ ഈ ദിവസങ്ങൾ എന്താണ്? ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും മാറിയ ദിവസങ്ങളിൽ. ഇംഗ്ലീഷിൽ അതിന്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്: the days when their sorrow was turned into joy and their mourning into celebration. അപ്പം സോറോ ജോയ് ആയിട്ടും മോർണിംഗ് സെലിബ്രേഷൻ ആയിട്ട് മാറിയത്, ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായിട്ടും മാറിയ ദിവസങ്ങളായിട്ട് ഇതിനെ ആചരിക്കണം എന്നാണ് മൊർദെഖായി നൽകുന്നതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. ഇനിയും വാട്ട് വാസ് മൊർദെഖായ്സ് ഇൻസ്ട്രക്ഷൻ ടു ജൂസ് ഓൺ സെലിബ്രേറ്റിംഗ് ദിസ് ഫെസ്റ്റിവൽ? ഈ ഉത്സവം ആഘോഷിക്കുന്നതിനെ കുറിച്ച് മൊർദെഖായി യഹൂദന്മാർക്ക് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന നാളുകളിൽ വിരുന്നു നടത്തണമെന്നും സന്തോഷം പങ്കിടണമെന്നും പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്നും അതൊരു ഉത്സവമായി ആചരിക്കണമെന്നും മൊർദെഖായി ഒരു ചട്ടം എഴുതി വെച്ചു. എന്തൊക്കെയാണ്? വിരുന്നു നടത്തണം, സന്തോഷം പങ്കിടണം, പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം, ഒരു ഉത്സവമായിട്ട് ആചരിക്കണം എന്നുള്ളതാണ്. Mordecai wrote a new rule that instructed the Jews to celebrate annually the days when their sorrow was turned into joy and their mourning into a day of celebration. He wrote them to observe the days as days of feasting and joy and giving presents of food to one another and gifts to the poor. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാം. നമ്മൾ പഠിച്ചതായിട്ടുള്ള 3 മാസങ്ങളാണ്. നീസാൻ മാസം എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് മന്ത് ആണ്. ആദാർ മാസം എന്ന് പറഞ്ഞാൽ 12th 12ാമത്തെ മാസം. സീവാൻ മാസം എന്ന് പറയുന്നത് 3ാമത്തെ മാസം, 3rd month എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ആദ്യത്തെ മാസം ഏതാണ്? നീസാൻ മാസം. 3ാമത്തെ മാസം സീവാൻ മാസം. ഏറ്റവും അവസാനത്തേത് ആദാർ മാസം. ഓക്കെ ആണല്ലോ? അത് മാസങ്ങളുടെ പേരൊക്കെ ഓർത്തിരിക്കണം. ഇനി വാട്ട് ടീച്ചിങ് ഇസ് എംഫസൈസ്ഡ് ഇൻ ദ ബുക്ക്? ഈ പുസ്തകത്തിൽ ഏത് ചിന്തയാണ് ഊന്നൽ നൽകി, അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കലാണ് ഈ ഒരു പുസ്തകത്തിൽ ഊന്നി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സാമൂഹിക താല്പര്യങ്ങൾ അപകടത്തിലാകുമ്പോൾ വ്യക്തികൾ ആത്മത്യാഗത്തിന് ഒരുങ്ങണം. അതായത് എസ്തേറിനെ പോലെ സ്വന്തം ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സാമൂഹിക സമുദായത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയാണ് ഈ പുസ്തകത്തിൽ ഊന്നി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The teaching that individuals must be prepared to sacrifice themselves when the interest or safety of their community are threatened is emphasized in this book. ഇനിയും what is underlying principle of the book? പുസ്തകത്തിന്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ കാതലായ തത്വം എന്ന് പറയുന്നത് എന്താണ്? സഹോദരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. ലവ് യുവർ ബ്രദർ ആൻഡ് ഹേറ്റ് യുവർ എനിമീസ് എന്നുള്ളതാണ്.
ഇനിയും അതോടൊപ്പം എക്സ്പ്ലെയിൻ സം പ്രോമിനന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ബുക്ക്, പുസ്തകത്തിന്റെ ചില പ്രധാന സവിശേഷതകൾ വിശദീകരിക്കുക. നമ്മളൊരു 4 പോയിന്റ് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ഏക പുസ്തകമാണ്. 2, ആത്മീയ ഉപദേശങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും സാൻമാർഗിക തത്വങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഉടനീളം നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈവൻ ദോ ദ ബുക്ക് ഡസ് നോട്ട് ഇംപാർട്ട് എനി സ്പിരിച്വൽ ഗൈഡൻസ്, some ethical principles stand throughout the book. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുസ്തകം ഊന്നി പറയുന്ന ചിന്ത. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചിന്തകളെ ചോദ്യം ചെയ്ത് നമ്മുടെ സമൂഹത്തിന്റെ ചിന്തകളെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അതിനുവേണ്ടി എസ്തേറിനെ പോലെ മുന്നിട്ട് ഇറങ്ങുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും അതുപോലെ ഈ ഒരു പുസ്തകത്തെ വേദപുസ്തകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഒന്ന്, യഹൂദ ന്യായപ്രമാണത്തിന്റെ ചില സൂചനകൾ മാത്രം നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാം. ഈ ഒരു പുസ്തകത്തിന്റെ കാതലായ തത്വം, എന്റെ സഹോദരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ളത് പുതിയ നിയമത്തിന്റെ ചിന്താഗതികളുമായിട്ട് യോജിക്കുന്നില്ല, വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പുതിയ പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയുള്ളൊരു കണക്ഷൻ ഒന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ദർ ഇസ് നോ ഇൻഫ്ലുവൻസ് ഓഫ് എനി പ്രോഫറ്റ്സ്, പ്രവാചകന്മാരുടെ ഒരു സ്വാധീനവും നമുക്ക് ഈ പുസ്തകത്തിൽ ദൃശ്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന സവിശേഷതകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇത്രയുമേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുപിടിച്ചത്. ഞങ്ങൾ കൂടുതലായിട്ട് ഈ എക്സാമിന് വേണ്ടി ഈ ഒരു ഭാഗം വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഈ വർഷത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപയാൽ 2 പുസ്തകങ്ങളാണ്, വളരെ ശക്തമായ 2 പുസ്തകങ്ങളാണ് ഈ വർഷം നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് വലിയ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം കണ്ടതിൽ വളരെ ശക്തരായ 2 സ്ത്രീകളെ പറ്റി നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഒരു ഭാഗത്ത് രൂത്ത്, നമ്മുടെ കുടുംബ ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോരുത്തരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്രകാരം സ്നേഹവും വിശ്വാസവും എപ്രകാരം നമ്മുടെ ബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കണം, ദൈവാശ്രയത്തോടെ എപ്രകാരം ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് എസ്തേർ, നമ്മളൊരു സഭയുടെയും സമൂഹത്തിന്റെയും ഭാഗമായിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വത്തിൽ ഭയപ്പെടാതെ മുന്നോട്ട് നിന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ധൈര്യമാണ് എസ്തേർ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിലെയും ഒരു സഭയിലെയും സ്ത്രീ എന്നുള്ള നിലയിൽ മുന്നോട്ട് നിന്ന് പ്രവർത്തിക്കുവാനും ദൈവാശ്രയത്തോടെ ജീവിക്കുവാനും തക്കവണ്ണം ഒരുപാട് നല്ല ചിന്തകൾ ഈ 2 പുസ്തകവും നമുക്ക് നൽകിയല്ലേ. അപ്പം ഈ 2 സ്ത്രീകളുടെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളും അവരുടെ ക്വാളിറ്റീസും നമ്മളെയും ഇൻസ്പയർ ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലും അവരെ പോലെയൊക്കെ ആയി തീരുവാൻ തക്കവണ്ണം നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ദൈവത്തിനോട് വലിയ നന്ദി. നമുക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന് 2 പുസ്തകങ്ങളും കൂടെ പഠിക്കുവാൻ തക്കവണ്ണം ഈ വർഷവും ദൈവം വലിയ കൃപ ഒരുക്കി തന്നല്ലോ എന്നുള്ളതിന് ഏറ്റവും അധികം വലിയ നന്ദിയോടെ ഈ ക്ലാസ്സുകൾ നിർത്തുകയാണ്. ഈ ഒരു ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് 5-ാമത്തെ വർഷമാണ് ഇങ്ങനെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന്റെ 100-ാമത്തെ വീഡിയോ ആണ്. അപ്പം ഈ 100 വീഡിയോകളിലും എല്ലാ ക്ലാസ്സുകളിലും എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഈ സമയത്ത് വളരെയധികം വലിയ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോ വാക്കുകളും പ്രോത്സാഹനവും ഇറ്റ് റിയലി മീൻസ് എ ലോട്ട്. കാരണം പലപ്പോഴും മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ മുന്നിൽ വന്ന് നിൽക്കുമ്പം ഒരിക്കലും പരിചയമില്ലാത്ത ചില ആൾക്കാരുടെ വാക്കുകളാണ് നമ്മളെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പിന്നെയും ശക്തമാക്കുന്നത്. അതുകൊണ്ട് ഇത് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച എല്ലാവർക്കും നന്ദി. പഠിക്കുവാൻ തക്കവണ്ണം കൂടുതൽ വേദപുസ്തകത്തെ അറിയുവാൻ തക്കവണ്ണം എന്നെ നിങ്ങളും സഹായിക്കുന്നു എന്നുള്ളതിന് വലിയ നന്ദി അറിയിക്കുന്നു. എല്ലാ വർഷവും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ പഠനമൊന്നും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒതുങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ തക്കവണ്ണം അതിന് തക്കവണ്ണം മികച്ച 2 പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ. ഒരു സ്ത്രീയുടെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ തന്നെ വരുത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയൊക്കെയാണ് ഈ പുസ്തകം തരുന്നത്. അപ്പം അത്തരത്തിൽ പരീക്ഷാ പേപ്പറിൽ മാത്രം നമ്മുടെ പഠനം ഒതുങ്ങിപ്പോകാതെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും
ആകുവാൻ തക്കവണ്ണം ഈ പഠനങ്ങളൊക്കെ സഹായിക്കട്ടെ എന്നത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അത് മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടുമ്പോൾ അറിയിക്കുക, അതും ഒരു സന്തോഷമാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. അടുത്ത വർഷവും ഒരുമിച്ച് ചേർന്നിരുന്ന വേദപുസ്തകം പഠിക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.